ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷമാണ് 2025 ജൂലൈ മാസം 22-ാം തീയതി ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച വരുന്ന പ്രദോഷത്തെ ഭൗമപ്രദോഷം എന്ന് പറയുന്നു, അല്ലെങ്കിൽ മംഗളപ്രദോഷം എന്നും പറയുന്നു. നമുക്കറിയാം, പ്രദോഷം ത്രയോദശി തിഥിയിലാണ് സാധാരണയായിട്ട് ആചരിക്കുന്നത്. ഇത്തവണ ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 2025 ജൂലൈ മാസം 22-ാം തീയതി രാവിലെ 7:05 മുതൽ 2025 ജൂലൈ മാസം 23-ാം തീയതി വെളുപ്പിനെ 4:39 വരെയാണ്. ഒരു മാസം ഏകാദശി വരുന്നത് പോലെ 2 ത്രയോദശി തിഥികളുമുണ്ട്, കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും. സാധാരണയായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് 2 ത്രയോദശിയും, അതായത് 2 പ്രദോഷവും എടുക്കണോ എന്നുള്ള കാര്യം. പീരീഡ്സ് ആകുന്ന സ്ത്രീകൾക്ക് വിളക്ക് തെളിയിച്ചോ ക്ഷേത്രത്തിൽ പോയോ സാധാരണയായിട്ട് ഒരു പ്രദോഷം മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അവർക്കും മാസത്തിലെ 2 പ്രദോഷവും വിധിപ്രകാരം അനുഷ്ഠിക്കാൻ സാധിക്കും, നമ്മൾ ഏകാദശി എടുക്കുന്നത് പോലെ. കാരണം ഒരെണ്ണം വിളക്ക് തെളിയിച്ചും ക്ഷേത്രത്തിൽ പോയും ഒക്കെ നമ്മൾ അതിൻ്റേതായ ആ തനതായ രീതിയിൽ നമുക്ക് എടുക്കാം. എന്നാൽ അടുത്ത പ്രദോഷം നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് ഉള്ളത് എങ്കിൽ, വിളക്ക് തെളിയിക്കാനോ ക്ഷേത്രത്തിൽ പോകാനോ ഒക്കെ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഉള്ളത് എങ്കിൽ, ആ പ്രദോഷവും നിങ്ങൾക്ക് ഏകാദശി അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വ്രതരീതിയിൽ ഇരിക്കുകയും നമഃശിവായ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യാം. പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് നമഃശിവായ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. ശ്രീ പാർവതീ ദേവി എപ്പോഴും ഏതു നിമിഷവും നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നമഃശിവായ മന്ത്രം ജപിക്കുകയോ ഭഗവാനെ ഓർത്ത് ഇരിക്കുകയോ വ്രതം പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മുടെ മുറിയിലിരുന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. സന്ധ്യാസമയമാണ്, പ്രദോഷ സന്ധ്യയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവരും അല്ലാത്തവരും പ്രദോഷ ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് നമഃശിവായ മന്ത്രം ജപിക്കണം. പ്രദോഷ സന്ധ്യാകാലത്ത് എവിടെയാണോ നമഃശിവായ മന്ത്രം കേൾക്കുന്നത്, ആരാണോ നമഃശിവായ മന്ത്രം ജപിക്കുന്നത്, അവർക്ക് സകല ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഇത്തവണ ചൊവ്വാഴ്ച വന്നിരിക്കുന്നത് കൊണ്ട് ഈ പ്രദോഷത്തിന് മംഗളപ്രദോഷം അല്ലെങ്കിൽ ഭൗമപ്രദോഷം എന്ന് പറയുന്നു. മംഗളപ്രദോഷം എന്നാൽ ചൊവ്വാ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും എന്നാണ് പറയുന്നത്. സാധാരണ ചൊവ്വാദശയിൽപ്പെട്ടിരിക്കുന്നവർക്ക്, ചൊവ്വ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ളവർ ഈ ചൊവ്വാഴ്ച വരുന്ന പ്രദോഷം എടുത്തു പ്രാർത്ഥിച്ചാൽ ചൊവ്വ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും എന്നും എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറും എന്നുമാണ് വിശ്വസിക്കുന്നത്. ഈ ചൊവ്വാദോഷം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, വിവാഹം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ ചൊവ്വാഴ്ച വരുന്ന പ്രദോഷമെടുത്ത് മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തമ വിവാഹം ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, കോടതിയിൽ സിവിൽ വ്യവഹാരം, അതായത് വസ്തു സംബന്ധമായ കേസുകൾ നടത്തുന്നവർ, വസ്തു സംബന്ധമായ തർക്കങ്ങളുള്ളവർ, അങ്ങനെയൊക്കെയുള്ളവർ, അവർക്ക് അതിനൊരു പരിഹാരം ലഭിക്കുന്നതിനായിട്ട് ചൊവ്വാഴ്ച ദിവസം വരുന്ന ഈ പ്രദോഷം ആചരിച്ചാൽ ഉത്തമമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ശരീരത്തിന് ബലം കുറവുള്ളവർ, അസുഖങ്ങളുള്ളവർ, അങ്ങനെയൊക്കെയുള്ളവർ ഈ ദിവസം ചൊവ്വാഴ്ച ദിവസം മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചൊവ്വ ഭഗവാന്റെ അനുഗ്രഹം കൂടി ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ചൊവ്വാദശയിലുള്ള ആളുകൾക്കറിയാം, എപ്പോഴും ഒരു അസുഖങ്ങളായിരിക്കും, ചെറിയ ചെറിയ അസുഖങ്ങൾ ഇങ്ങനെ അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. എന്തു ചെയ്താലും ഒരു തടസ്സങ്ങൾ ഉണ്ടാകും. എത്ര നന്നായിട്ട് പഠിച്ചാലും അതിന്
പ്രതീക്ഷിക്കുന്ന മാർക്ക് ലഭിക്കാതെ ഇരിക്കും. എത്ര നന്നായി ജോലി ചെയ്താലും അതിനൊരു നല്ല റിസൾട്ട് കിട്ടാതിരിക്കും. കാരണം എപ്പോഴും ചെറിയ ചെറിയ അസുഖങ്ങൾ ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറ്റുന്നതിന് ഈ ദിവസം പ്രദോഷമെടുത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തമമാണ് എന്ന് വിശ്വസിക്കുന്നു. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ശരീരത്തിന് ക്ഷീണം, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഈ വ്രതം, ഈ ചൊവ്വാഴ്ച വരുന്ന ഈ വ്രതം വളരെ ഉത്തമമാണ്. ഇനി എന്തിനാണ് പ്രദോഷം ആചരിക്കുന്നത്? മഹാദേവ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് പ്രദോഷം ആചരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പാലാഴി മഥന സമയത്ത് വാസുകിയെ കയറായും മന്ധരപർവ്വതത്തെ മത്തായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞു. ആ സമയത്ത് വാസുകിക്ക് വലിയ ക്ഷീണം അനുഭവപ്പെടുകയും വാസുകി കാളകൂട വിഷം ഛർദ്ദിക്കാനായി പോവുകയും ചെയ്യുന്നു. ഈ കാളകൂട വിഷം താഴേക്ക് പതിച്ചാൽ ഈ 14 ലോകങ്ങളും നശിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അത്ര ഉഗ്രമായ ശക്തിയുള്ള വിഷമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിനെ രക്ഷിക്കുന്നതിനായിട്ട് മഹാദേവൻ ആ വിഷം തൻ്റെ തൃക്കരത്തിൽ ഏറ്റുവാങ്ങുകയും ആ വിഷം സ്വശരീരത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഉഗ്രമായ വിഷം അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ ഉറച്ചു പോവുകയും അങ്ങനെ അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന നാമം സിദ്ധിക്കുകയും ചെയ്യുന്നു. വിഷമാണ് സർവേശ്വരൻ ഭക്ഷിച്ചത്. അദ്ദേഹത്തിന് ക്ഷീണം അനുഭവപ്പെട്ടു. അദ്ദേഹം ശ്രീ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് മയങ്ങി. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പാർവതീദേവി ഇരുന്നു. സകല ദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും എന്നുവേണ്ട സപ്തർഷികളും ഉൾപ്പെടെ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ചുറ്റും നിന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അതിനുശേഷം ഭഗവാൻ ഉണർന്നെഴുന്നേറ്റത് ഒരു ത്രയോദശി തിഥിയിലായിരുന്നു, സന്ധ്യാകാലത്തിലായിരുന്നു. അദ്ദേഹം ഉണർന്നെഴുന്നേറ്റ ആ ത്രയോദശിയിലെ സന്ധ്യാകാലത്തിനാണ് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രദോഷത്തിന് ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് സന്ധ്യാകാലമാണ്. സന്ധ്യാകാലത്തെ പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഫലം ലഭിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഉണർന്ന് എഴുന്നേറ്റപ്പോൾ പാർവതീദേവി സന്തോഷിച്ചു, സരസ്വതീദേവി വീണമീട്ടി, ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു, സകല ദേവന്മാരും ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു സമയമായിരുന്നു അത്. ആ സമയത്ത് മഹാദേവൻ ആനന്ദ നടനമാടി. മഹാദേവിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മഹാദേവിയുടെ ദുഃഖം അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സർവേശ്വരൻ ആ പ്രദോഷ സന്ധ്യാകാലത്ത് ആനന്ദ നടനം ആടിയത്. അതുകൊണ്ട് തന്നെ പ്രദോഷ ദിവസം നമ്മൾ മഹാദേവനെ പ്രാർത്ഥിക്കേണ്ടുന്ന രൂപം എന്ന് പറയുന്നത് നടരാജ രൂപമാണ്. നടരാജ രൂപത്തിൽ വേണം അന്നേ ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ളത്. പ്രദോഷ സന്ധ്യാകാലത്തിലെ പ്രാർത്ഥനയ്ക്ക് ഒരു സമയമുണ്ട്, ഏറ്റവും ഉത്തമമായ ഒരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് 6:45 മുതൽ 9:02 വരെയുള്ള സമയമാണ്. 6:45 മുതൽ സന്ധ്യയ്ക്ക് 6:45 മുതൽ 9:02 രാത്രി 9:02 വരെയുള്ള സമയം നിങ്ങൾ ഇരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ഉത്തമം. ആ സമയത്ത് ദേവകാര്യങ്ങൾക്കായി മാറ്റിവെക്കുക, അത് ഏറ്റവും ഉത്തമമാണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പ്രദോഷവും ഏകാദശിയും കൂടി എങ്ങനെയാണ് അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ എടുക്കുന്നത് എന്നുള്ള കാര്യം. അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് പ്രദോഷം എടുക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സാധാരണ അതിൻ്റെ ശരിയായ വിധി എന്ന് പറയുന്നത്, നമ്മൾ പ്രദോഷ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. പിന്നീട് നമ്മൾ ജലപാനം പോലും ചെയ്യില്ല. സന്ധ്യയ്ക്ക് നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടേക്ക് നമ്മൾ കരിക്ക്, പഴങ്ങൾ ഒക്കെ ഭഗവാന് സമർപ്പിക്കുകയും അവിടെ നിന്നും അത് പൂജിച്ച് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ആ കരിക്കും വെള്ളം കുടിക്കുകയും പഴങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വ്രതം അവിടെ തീരുകയാണ്. അതിനുശേഷം നമ്മൾ
സാധാരണ മഹാക്ഷേത്രങ്ങളിൽ, ഞങ്ങൾക്കിവിടെ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ അന്നദാനമുണ്ട്. ചോറ്, സാമ്പാർ, മോര് ഒക്കെ കിട്ടും. അതിലൊന്നും ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത ചോറും കൂട്ടാനുമാണ് കിട്ടുന്നത്. അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പടച്ചോറ്, അത് നമുക്ക് ചീട്ടെഴുതി അത് മേടിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണോ നമ്മുടെ സൗകര്യം അതനുസരിച്ചിട്ട് ചെയ്യാം. ഇനി മഹാക്ഷേത്രങ്ങളുടെ അടുത്താകണമെന്നില്ല എല്ലാവരും താമസിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒന്നുകിൽ ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾ പടച്ചോറ് മേടിക്കുക, അതല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ ഇച്ചിരി പച്ചരി വറ്റിച്ചിട്ടോ അതല്ലെങ്കിൽ ഉണക്കലരി വറ്റിച്ചിട്ടോ ഒക്കെ അതും ഒരു ചമ്മന്തിയും മോരുമൊക്കെ കൂട്ടി കഴിക്കാം. ഉള്ളി ചേർക്കരുത് ചമ്മന്തിയിൽ, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. കാരണം ദേവകാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഈ രജസ് സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാറില്ല. ഉള്ളിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള ഭക്ഷണമാണ് എന്നാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് പിറ്റേ ദിവസവും രാവിലെ നമ്മൾ കുളിച്ച് നമ്മൾ നമശിവായ മന്ത്രമൊക്കെ ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ് സാധാരണയായിട്ട് നമ്മൾ വ്രതം എടുക്കുന്നത്. ഇവിടെ മിക്കപ്പോഴും നമ്മൾ ഏകാദശിയുടെ പിറ്റേ ദിവസമായിരിക്കും പ്രദോഷം വരുന്നത്. അങ്ങനെയാകുമ്പോൾ ഏകാദശിക്ക് നമ്മൾ എങ്ങനെ പാരണ വീടും എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഏകാദശി എന്ന് പറയുന്നത് ഏകാദശി തിഥിയും മഹാദ്വാദശി തിഥിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസമാണ് സാധാരണയായിട്ട് നമ്മൾ ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. ഇവിടെ എപ്പോഴാണ് ത്രയോദശി തിഥി തുടങ്ങുന്നത്? ത്രയോദശി തിഥി തുടങ്ങുന്നത് രാവിലെ 7:05 നമ്മുടെ പാരണാ സമയം എപ്പോഴാണ്? ഏകാദശിയുടെ രാവിലെ 6:12 മുതൽ 7:05 വരെയാണ്. അപ്പോൾ ത്രയോദശി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകാദശിയുടെ പാരണ നമ്മൾ എന്ത് ചെയ്യും? വീടിക്കഴിയും. സാധാരണ ഏകാദശി എടുക്കാത്തപ്പോഴാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പിന്നീട് നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുന്നത്. ഇവിടെ ഏകാദശിയും പ്രദോഷവും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഏകാദശി നിങ്ങൾ വിധിപ്രകാരം എടുക്കുക. പിറ്റേ ദിവസം നിങ്ങൾ നേരത്തെ തന്നെ, അതായത് ഇപ്പോൾ 6:05 എന്ന് പറയുമ്പോൾ ഒരു 6:30 തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഏകാദശി പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഒരു തീർത്ഥം സേവിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. വേണമെങ്കിൽ ഒരു പഴം കൂടി കഴിക്കാം, തെറ്റില്ല. എങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർത്ഥം സേവിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അങ്ങനെ ഏകാദശി കൃത്യമായി പാരണ വീടി ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം? മഹാദേവൻ്റെ പ്രദോഷത്തിലേക്ക് കടക്കണം. അങ്ങനെ ഏകാദശി അവസാനിപ്പിച്ചു, നമ്മൾ തീർത്ഥം സേവിച്ചു, നമ്മുടെ ഏകാദശി വ്രതം ഭഗവാന് സമർപ്പിച്ചു. അതിനുശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പ്രദോഷത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ നിങ്ങൾ മഹാദേവ പ്രാർത്ഥനകൾ തുടങ്ങണം. നമശിവായ മന്ത്രം ജപിച്ച് ഭഗവാനെ നമസ്കരിച്ച് ഭഗവാനെ ഞാൻ പ്രദോഷത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറയണം. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രദോഷവ്രതം അനുസരിച്ചിട്ട് ആഹാരമൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെ സന്ധ്യാസമയം സന്ധ്യാപ്രാർത്ഥന വരെ ഇരുന്നിട്ട് സന്ധ്യയ്ക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഏകാദശി വ്രതം അവസാനിപ്പിക്കാതെ, അതായത് പാരണ വീടാതെ പ്രദോഷത്തിലേക്ക് കടക്കരുത്. കാരണം രണ്ടും രണ്ട് ദേവതകളാണ്. മനുഷ്യർക്കാണ് ദേവതകൾ തമ്മിൽ വ്യത്യാസമുള്ളത്, ദൈവങ്ങൾക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. കാരണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാദേവനെ പ്രാർത്ഥിച്ചിട്ടാണ് ലങ്കയിലേക്ക് പോയത്. ഭഗവാൻ ശ്രീകൃഷ്ണന് പുത്രനുണ്ടാകുന്നതിന് മുമ്പ് ഭഗവാൻ കൈലാസത്തിൽ ചെന്ന് ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരന്മാർ തമ്മിൽ ശത്രുതയൊന്നും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ശൈവ വിശ്വാസികളും വൈഷ്ണവ വിശ്വാസികളും തമ്മിലാണ് പലപ്പോഴും തർക്കമുള്ളത്. അത് അജ്ഞതയാണ്. മഹാദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു ഭക്തർ എൻ്റെയും ഭക്തരാണ്, എൻ്റെ ഭക്തർ വിഷ്ണു ഭക്തരുമാണ് എന്ന് മഹാദേവൻ പറഞ്ഞിരിക്കുന്നതായി നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട്. ഭാഗവതവും രാമായണവും ഭഗവത്ഗീതയും ഒക്കെ കൃത്യമായി പഠിച്ച ഒരാൾക്ക് തെറ്റിദ്ധാരണ പരത്തുവാൻ സാധിക്കുകയില്ല.
ചിലർ പറഞ്ഞു തരും ഏകാദശി വ്രതം എടുത്താൽ പ്രദോഷം എടുക്കരുതെന്ന്. അതെന്താ? നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ? നമ്മൾ ബഹുദൈവ വിശ്വാസികളല്ലേ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുന്നവർ മമ്മിയൂര് പോകാറില്ലേ? ക്ഷേത്രത്തിനകത്തു നിന്നും നമ്മൾ മമ്മിയൂരപ്പനെ തൊഴാറില്ലേ? നമ്മൾ എല്ലാവരെയും പൂജിക്കുന്നു, എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വേർകൃത്യം ചില ആളുകൾ നമ്മളോട് പറഞ്ഞു തരുന്നത്? അത് അവരുടെ അജ്ഞതയാണ്. കൃത്യമായ അറിവ് ഇല്ലാത്തതുകൊണ്ടാണ്. ഭാഗവതവും ഭഗവത്ഗീതയും രാമായണവും ഒന്നും കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മുറിവൈദ്യന്മാരാണ് ഏറ്റവും ദോഷം. നിങ്ങൾ വിശ്വസിക്കുക, ഈശ്വരനെ വിശ്വസിക്കുക. അതുമാത്രം വിശ്വസിച്ചാൽ മതി. അതുകൊണ്ടാണ് രാമായണവും ഭാഗവതവും ഒക്കെ നിങ്ങൾ കൃത്യമായി കേൾക്കണം, പഠിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാധവത്തിലൂടെ ഞാൻ നിരന്തരം രാമായണവും ഭാഗവതവും മഹാഭാരതവും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം നമ്മളെപ്പോഴും ദൈവവിശ്വാസികളായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അന്ധവിശ്വാസികളാകരുത്. ദൈവവിശ്വാസികൾക്ക് ഒരിക്കലും തെറ്റു ചെയ്യാൻ സാധിക്കുകയില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. ചിലരെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നാമം ജപിക്കും, എപ്പോഴും അമ്പലത്തിലാണ്, എപ്പോഴും ക്ഷേത്രകാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഒക്കെ ചെയ്യും. അവരിങ്ങനെ ഭക്തി പ്രകടിപ്പിക്കും. പക്ഷേ പ്രകടനം മാത്രമേ കാണത്തുള്ളൂ, ശരിയായ ഭക്തി ഉണ്ടാവുകയില്ല. നമ്മളൊരിക്കലും അങ്ങനെയാകരുത്. നമ്മുടെ ഭക്തി മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാകരുത്. അത് തീർത്തും സ്വകാര്യമായ ഒരു കാര്യമാണ്. നമ്മളും ഈശ്വരനും മാത്രം അക്കാര്യം അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് പലപ്പോഴും ഒരുപാട് ഉച്ചത്തിൽ നാമം ജപിച്ച് അയലത്തുകാരെ മുഴുവനും കേൾപ്പിക്കരുത് എന്ന് പറയുന്നത്. നമ്മളും സർവേശ്വരനും തമ്മിലുള്ള ആശയവിനിമയമാണ് നാമജപം. അത് നമ്മൾ മാത്രം കേട്ടാൽ മതി. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് നാട് മുഴുവൻ കേൾപ്പിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്? അല്ല. നമ്മളും നമ്മുടെ ആ ഏറ്റവും പ്രിയപ്പെട്ട ആളും അത് നമ്മുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ്. അങ്ങനെയാകണം നിങ്ങളും ഈശ്വരനും തമ്മിലുള്ള ബന്ധം. അത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. നാട്ടുകാരെ മൊത്തം കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചൊവ്വാഴ്ച വ്രതമാണ്. ചിലർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ വരുന്നില്ല ഇന്ന് അങ്ങോട്ട്, എനിക്ക് ഇന്ന് ഏകാദശിയാണ്, ഞാൻ വരുന്നില്ല. മരിച്ച വീട്ടിൽ ഞാൻ വരത്തില്ല, ഇന്നെനിക്ക് ഏകാദശിയാണ്. മരിച്ച വീട്ടിൽ ഏകാദശി ആയ ദിവസം പോയാൽ എന്താണ് കുഴപ്പം? നമ്മുടെ വ്രതത്തിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ? നമ്മൾ അവിടെ പോയി ആഹാരമൊന്നും കഴിക്കുന്നില്ലല്ലോ. മരണപ്പെട്ട ഒരാളെ കാണുന്നു, അവിടെ ചെന്ന് അവരുടെ കുടുംബാംഗങ്ങളെ നമ്മൾ ആശ്വസിപ്പിക്കുന്നു. ഏകാദശി ദിവസം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ് മറ്റൊരാൾക്ക് ആശ്വാസം പകരുക എന്നുള്ളത്. മരിച്ച വീട്ടിൽ പോയിട്ട് വരുമ്പം നമ്മൾ സാധാരണ കുളിക്കും ഇല്ലേ, തുണിയൊക്കെ നനച്ചിടും. അങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ചാൽ പോരെ? ഏകാദശി ദിവസം അല്ലെങ്കിൽ പ്രദോഷ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമല്ലേ ഒരാളെ ആശ്വസിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത്, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത്, ഇച്ചിരി കഞ്ഞി വെച്ചവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. അതവിടെ ചെന്ന് വിസ്തരിക്കാനൊന്നും നിൽക്കേണ്ട. എനിക്ക് ഏകാദശിയാണ് അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അങ്ങനെ ഏകാദശി എടുത്താൽ സർവേശ്വരൻ യാതൊരു പ്രസാദവും നിങ്ങൾക്ക് തരില്ല. സർവേശ്വരൻ്റെ ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കില്ല. എല്ലാ ദിവസങ്ങളിലും നമ്മൾ സേവനം ചെയ്യണം. മാനവ സേവയാണ് മാധവ സേവ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതുകൊണ്ടാണ് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ, തിരുപ്പതി പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ, കാളഹസ്തി പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ധാരാളം ആളുകൾ സേവനം ചെയ്യുന്നത്? അവർ നിങ്ങളെ ആരെയും നോക്കുന്നില്ല. നിങ്ങൾക്ക് വെള്ളം തരുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിച്ച ടോയ്ലറ്റുകൾ കഴുകുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്, നിങ്ങളെ കൃത്യമായി ക്യൂവിലേക്ക് കയറ്റിവിടുന്നുണ്ട്. ക്ഷേത്ര ദർശനത്തിനായിട്ട് വന്നിരിക്കുന്ന, ഭഗവാനെ കാണാനായി വന്നിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സേവനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവിടെ അവരെന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? തിരുപ്പതി പോലെയുള്ള ക്ഷേത്രങ്ങളിൽ കാശിനല്ല അവരാരും അത് ചെയ്യുന്നത്. അവർക്ക് 1 രൂപ ക്ഷേത്രത്തിൽ നിന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഓറഞ്ച് കാവി കളറിലെ സാരിയൊക്കെ ഉടുത്ത് ആളുകൾ നിൽക്കുന്നത്? അവർ
അമ്പലത്തിലെ ജീവനക്കാരൊന്നുമല്ല. അവർ സേവനം ചെയ്യാനായി വളരെ കാലം മുമ്പ് ബുക്ക് ചെയ്തിട്ട് കാത്തുനിന്ന് വരുന്നവരാണ്. ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച ഇങ്ങനെയൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. അത് എത്രയോ കാലം മുമ്പേ ബുക്ക് ചെയ്തിട്ടാണ് അവർക്ക് കിട്ടുന്നത്. അതിൽ തന്നെ നറുക്കെടുക്കുന്ന ആളുകളുണ്ട്. നറുക്കെടുത്തിട്ട് ഭഗവാന്റെ ആ ശ്രീകോവിലിനടുത്തു നിന്ന് സേവനം ചെയ്യാനായിട്ട് നറുക്കിടും. ഭഗവാൻ അനുഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവിടേക്ക് പോയി നിന്ന് സേവനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സേവനമാണ് ഏറ്റവും മുഖ്യം. ആ സേവനം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ, വ്രതമാണ്, ഏകാദശിയാണ്, പ്രദോഷമാണ് എന്ന് പറഞ്ഞ് വീട്ടിലുള്ള ഒരു ജോലിയും ചെയ്യാതെ, വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും അമ്മയ്ക്കും ഒന്നും ഒരു ശുശ്രൂഷയും ചെയ്യാതെ, അവർക്കിഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ, നാട്ടുകാർക്ക് ഒരു സേവനവും ചെയ്യാതെ, നമ്മുടെ അടുത്ത ബന്ധു അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത്, നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളോ അല്ലെങ്കിൽ അവർക്കൊരു ആപത്തോ സംഭവിച്ചാൽ അവരെ സഹായിക്കാൻ പോകാതെ മുറിയിലിരുന്ന് നാമം ജപിച്ചാൽ ആ വ്രതം സർവേശ്വരൻ സ്വീകരിക്കുകയില്ല എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഒരിക്കലും ഈശ്വരൻ അത് സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ മനസ്സിലായിരിക്കണം ഭക്തി, നിങ്ങളുടെ ശരീരത്തിലായിരിക്കണം ഭക്തി. നിങ്ങൾ വ്രതമെടുക്കുന്ന ദിവസം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. നിങ്ങൾക്ക് മത്സ്യമാംസാദി ഭക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പാചകം ചെയ്യാം, തെറ്റില്ല. പക്ഷേ നിങ്ങളത് കഴിക്കാതിരുന്നാൽ മാത്രം മതി. അതെടുത്ത് വെച്ച് ഉപ്പ് നോക്കരുത്. അല്ലാതെ ഏകാദശിയാണ്, ഇന്ന് നിങ്ങൾക്ക് ആർക്കും ഞാനിതൊന്നും ഉണ്ടാക്കി തരത്തില്ല, ചമ്മന്തി മാത്രം അരച്ചു തരുമെന്ന് പറയുമ്പം ആ വീട്ടിലുള്ള ആളുകൾ മനസ്സുകൊണ്ട് നമ്മളെ ശപിക്കും. അങ്ങനെ മറ്റുള്ളവരുടെ ശാപം മേടിച്ചിട്ട് മറ്റുള്ളവരുടെ ഒരു ദുഃഖം ഏറ്റുകൊണ്ട് എന്തിനാണ് നമ്മൾ വ്രതമെടുക്കുന്നത്? സന്തോഷത്തോടു കൂടി വേണം നമ്മൾ ഈശ്വരൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈശ്വര വിശ്വാസികളായിരിക്കണം. ഈശ്വരൻ ഏതു പ്രശ്നത്തിലും ഏതു പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ ഉറച്ചു നിൽക്കും, നമ്മുടെ കൂടെ എപ്പോഴും കാണും, നമ്മളെ കൈപിടിച്ച് നടത്തും, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മളെ പ്രാപ്തയാക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എന്തൊക്കെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഈ ഭൂമിയിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നാലും അതെല്ലാം ഈശ്വര കൽപ്പിതമാണ്, ഞാൻ ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ചെയ്ത പ്രവർത്തികളുടെ ഫലമാണ്, അതെല്ലാം മാറി ആ ദുഃഖങ്ങളിലൂടെയെല്ലാം എനിക്ക് സഹിച്ച് മുമ്പോട്ട് പോയി സർവേശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ ലയിക്കാൻ എനിക്ക് അവസരമുണ്ടാകും എന്ന് കരുതി ഈശ്വരനെ വിശ്വസിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നമ്മുടെ മക്കൾ നമ്മളെ ഒരുപാട് ദുഃഖിപ്പിക്കും. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ മക്കളെ ഉപേക്ഷിക്കുമോ? ഇല്ല. ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക് തരും, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ തരും. പക്ഷെ നമ്മൾ ഉപേക്ഷിക്കുമോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈശ്വരനെ വഴിക്ക് വെച്ച് നമ്മൾ ഉപേക്ഷിക്കുന്നത്? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല, എത്ര കാലമായി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, എത്ര കാലമായി ഞാനൊരാവശ്യത്തിന് വേണ്ടി ഈ ക്ഷേത്രങ്ങളിൽ മുഴുവൻ കയറി നടക്കുന്നു, എത്ര വഴിപാടുകൾ നടത്തി, എത്ര പ്രാർത്ഥനകൾ നടത്തി, പക്ഷേ ഈശ്വരൻ കനിഞ്ഞില്ല, അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. മുനിസിപ്പാലിറ്റിയാണോ കോർപ്പറേഷനാണോ ക്ഷേത്രങ്ങൾ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ചെല്ലാനായിട്ട്? പഞ്ചായത്ത് ഓഫീസാണോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് സ്നേഹമായിരുന്നു ഈശ്വരനോടുണ്ടായിരുന്നത്? നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി കൈക്കൂലി കൊടുത്ത് ആ കാര്യം ഈശ്വരനിൽ നിന്നും മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോയത്. ഭഗവാൻ അങ്ങനൊന്നും തരത്തില്ല കേട്ടോ. അതിനുവേണ്ടി ഇരിക്കുന്ന ആളൊന്നുമല്ല സർവേശ്വരൻ. ഭഗവാന് നിങ്ങളുടെ കൈക്കൂലിയൊന്നും വേണ്ട. ഭഗവാൻ ആവശ്യം സ്നേഹം മാത്രമാണ്. ഭക്തരോടാണ് ഭഗവാൻ ഇഷ്ടം. ഭക്തി നടിക്കുന്നവരോട് ഭഗവാന് യാതൊരു താല്പര്യവുമില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദുഃഖങ്ങൾ നമുക്കുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും, തീരാ ദുഃഖങ്ങൾ നമുക്കുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ. അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്.
നിങ്ങൾ നാമം ജപിക്കുന്നത് കൊണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇത്രയേ അനുഭവിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ല നിങ്ങൾക്ക് വെച്ചിരുന്നത് എന്നോർക്കുക. സഹിച്ച് ക്ഷമിച്ച് ഭഗവാനെ സ്നേഹിച്ച് ശരിയായ തീരുമാനങ്ങൾ വേണ്ട സമയത്തെടുത്ത് മുമ്പോട്ട് പോവുക. ഭഗവാൻ തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. ഒരിക്കലും ഒരു കുഴിയിലേക്ക് ഈശ്വരൻ നിങ്ങളെ തള്ളിയിടുകയില്ല. എത്ര വലിയ ദുഃഖങ്ങളുണ്ടെങ്കിലും ഒരു കൈയിൽ ഭഗവാൻ നിങ്ങളെ ചേർത്ത് പിടിക്കും. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ.